പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സുരേഷ് കുമാർ നന്ദനം. ഇത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുൻവശമാണ്. KSRTC MVDയും കൂടെ ചേർന്ന് ഉള്ള ഒരു എക്സിബിഷൻ ഷോയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള കളരിപ്പയറ്റും ഘോഷയാത്രയും ആണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ പോകുന്നത്. കവടിയാർ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് മോട്ടോ എക്സ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം ഇനി മാത്രമേ നടക്കുകയുള്ളൂ. അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയുടെ ഭാഗമാണ്. വീഡിയോ എഡിറ്റിങ്ങിൽ ചെറിയൊരു ഭാഗപ്പിഴ സംഭവിച്ച് അതാണ് ചെറുതായി കാണുന്നത്. ഒത്തുകൂടെ എത്തിയ ആൾക്കാരും തെയ്യവും ഘോഷയാത്രയുടെ ഭാഗമാണ്. അതാ വരുന്നത് നമ്മുടെ ചെണ്ടമേളം. തെയ്യത്തിൻ്റെ വേറെ ഭാഗം പൂക്കാവടി. ഒത്തുകൂട വീണ്ടും എത്തിയ ജീവനക്കാരാണ്. KSRTC MVDയിലെ ജീവനക്കാരാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് വെള്ളയമ്പലം സ്ക്വയർ. ഇവിടെ ഒരു സൈഡ് മാത്രമേ വാഹനങ്ങൾ പോകുന്നുള്ളൂ, പോക്കാവാതിരിക്കാൻ വേണ്ടി. ഒരു സൈഡിൽ കൂടെ ഘോഷയാത്രയും. അതാണ് ദൃശ്യങ്ങൾ. പലപ്പോഴും വാഹനങ്ങൾ കയറി വരുന്നത് കാണാം. ഇത് പുതിയൊരു ഐറ്റമാണെന്ന് തോന്നുന്നു. കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ചെണ്ടമേളം വാഹനങ്ങളുടെ അതിബാഹുല്യമാണ്. അതാണ് ദൃശ്യങ്ങളിൽ മിക്കവാറും വാഹനങ്ങളിലൂടെ കയറി വരുന്നത്. ആ കാഴ്ചയാണ് പറയപ്പെടുന്നത്. അസഹനീയമായ ചൂടും വെയിലുമാണ്. ഘോഷയാത്ര ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടി നടന്നെങ്കിൽ മാത്രമേ കവടിയാറല്ല കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തുകയുള്ളൂ. ഇതും ഘോഷയാത്രയുടെ ഒരു പുതിയ ദൃശ്യമാണ്. വളരെ ഭംഗിയുള്ള ദൃശ്യമാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സമരമോ ധർണയോ ടിക്കറ്റിങ്ങോ അങ്ങനെ എല്ലാം കൊണ്ട് തിരുവനന്തപുരം പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഓണക്കാലമായതുകൊണ്ട് എല്ലാ സംഘടനകളും പല രീതിയിലുള്ള സമരങ്ങളും കാൽനടയാത്രയും ഇങ്ങനെ പലപ്പോഴും നടക്കാറുണ്ട്. ഇപ്പോൾ വളരെ കൂടുതലായിട്ടാണ് ഓണം ആഘോഷം സമയമാകുമ്പോൾ, ഓണത്തിൻ്റെ ആഘോഷമാകുമ്പോൾ തന്നെ ഇത് ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും ആനയെ അലങ്കരിച്ച പോലെ ആനവണ്ടി എന്ന് പറയാം. ഇതിൽ പറഞ്ഞതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ചെറുതൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അലങ്കാരം അങ്ങനെയാണ്. ആനയെ പോലെ പ്രതിപട്ടവും മുത്തുക്കുടയും ചാർത്തി ആണ് ഈ വാഹനം ഘോഷയാത്രയിൽ കൂടെ പോകുന്നത്. ഇത് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുൻഭാഗമാണ്. പല രീതിയിലുള്ള
ബസ്സുകളുടെ പ്രദർശനം വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളിലും വിവിധ ഡിസൈനിലുമുള്ള ബസ്സുകളുടെ പ്രദർശനമാണ് മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും റോഡുകളിൽ മാത്രം കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നതുമായ നമ്പർ 1 ബസ്സുകളാണ്. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പെയിൻറ് ചെയ്ത് ബോഡി വർക്ക് ചെയ്ത് വളരെ ഫിനിഷായിരിക്കുന്നു. കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറങ്ങിയതുപോലെയാണ് ഈ വാഹനങ്ങൾ ഇരിക്കുന്നത്. നല്ല രീതിയിലുള്ള ബോഡി വർക്കാണ്, കാണാനും വളരെ ഭംഗിയാണ്. സാധാരണ സ്വകാര്യ വാഹനങ്ങളിൽ മാത്രമേ ഇത്ര തിളക്കത്തോടുള്ള ബോഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളും കാണാറുള്ളൂ. വളരെ വിശാലമായ വിൻഡോകളാണ്, കാഴ്ച നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള വിൻഡോകളാണ് KSRTC ഇപ്പോഴത്തെ ബസ്സുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊരു സൂപ്പർ ഫാസ്റ്റാണ്. ഇനി അടുത്ത ഒരു ബസ് വരുന്നതല്ല, ഇവിടെ പ്രദർശിപ്പിക്കാൻ നിർത്തിയിട്ടേക്കുന്നതാണ്. ഇത് ഇവരുടെ ഒരു ഫ്ലക്സ് ബോർഡാണ്. ഇതും ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഓരോന്നിനും ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളെക്കാളും നല്ല രീതിയിലുള്ള ബസ്സുകളാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു ലയൺ ബസ്സാണ്. ഇതെല്ലാമാണെങ്കിലും സംരക്ഷിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അതിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള നേതൃത്വവും സംഘടനാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ KSRTC ഇന്ത്യയിലെ നമ്പർ 1 ട്രാൻസ്പോർട്ട് വിഭാഗമായി മാറ്റുവാൻ കഴിയും. ജനങ്ങളുടെയും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും കഴിവും ഉദ്യോഗസ്ഥരുടെ മിടുക്കും ഭരണതലത്തിലുള്ള ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഇടപെടലുകളും കൊണ്ട് KSRTC വളരെ നല്ല രീതിയിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. തന്നെ നമ്മുടെ പ്രതിബിംബം കാണുന്ന രീതിയിലാണ്, നല്ല രീതിയിൽ ഗ്ലേസ് ചെയ്ത് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇത് KALൻ്റെ ഓട്ടോറിക്ഷ വിഭാഗമാണ്, അവരുടെ ഒരു ഷോയാണ്. ഇത് അവരുടെ തന്നെ ഒരു മുച്ചക്ര വാഹനമാണ്. ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പറമ്പുകളിലും മറ്റും മണലോ വളവോ മറ്റുള്ള കാർഷിക വിഭവങ്ങളോ എടുത്തിട്ട് വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പിക്കപ്പ് പോലത്തെ ടിപ്പർ പോലെ ഇരിക്കുന്നു. ഹാൻഡിൽ ഉയർത്തിയാൽ ആ ബോഡി ഭാഗം തുറന്ന് വരും. ഇലക്ട്രിക്കലാണ്. ഇതിനെ രജിസ്ട്രേഷൻ എടുത്ത് പുറത്തും ഓടിക്കാൻ കഴിയുമെന്നാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. ഏകദേശം 1,15,20 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതും കേരള ഓട്ടോമൊബൈൽസിൻ്റെ ഒരു സംരംഭമായ പാസഞ്ചർ ഓട്ടോയാണ്. കേരളത്തിൻ്റെ സ്വന്തമായ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് KAL. ഈ മിനി കാർട്ടൊക്കെ എത്ര സ്റ്റാർട്ടിങ്? നല്ല രീതിയിൽ വളർന്ന് വരുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളുടെ കമ്പനികളുമായിട്ട് വളരെയധികം കോമ്പറ്റീഷനും കാര്യങ്ങളും ഉള്ളതിനാൽ മികവുറ്റതും നല്ല പ്രവർത്തനക്ഷമതയുമുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിന് പ്രത്യേക ഡ്രൈവിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു 2 വീലർ ഓട്ടിക്കുന്ന ബാലൻസ് മാത്രം മതി. ഇലക്ട്രിക്കലാണ്. ഒറ്റ ചാർജിൽ തന്നെ നല്ല മൈലേജ് കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും പറമ്പും കാര്യങ്ങളും ഉള്ളവർക്ക് ഇതൊരു സഹായമാണ്. നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും മാർക്കറ്റിൽ കൊണ്ടുപോകുന്നതിനും
നമുക്ക് വേണമെങ്കിൽ ഇളക്കിയിട്ട് അതുപോലെ സീറ്റ് തന്നെ ആക്കാം. കാർഷികമായിട്ടുള്ള വേണമെങ്കിൽ ഇളക്കിയിട്ട് സീറ്റ് മറ്റു ആക്കാം അല്ലേ? പ്രവർത്തനങ്ങൾക്കും ഇത് വളരെ ശരി, ഓക്കെ. ഉപയോഗപ്രദമാണെന്നാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. എന്തായാലും ആ പ്രദർശനത്തിൽ അത് കാണാൻ കഴിഞ്ഞു. ഇത് മുച്ചക്ര വാഹനമാണ്. ഇത് ഇതും ഒരു ഇലക്ട്രിക്കൽ വാഹനമാണ്, ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ്. മൂന്ന് ചക്രമുള്ള ഇലക്ട്രിക്കൽ വാഹനം അധികം കണ്ടിട്ടില്ല. ഇത് ഇഷിഷുവിൻ്റെ ഒരു വാഹനമാണ്, ജപ്പാൻ്റെ. ഇതൊരു പിക്കപ്പ് വാഹനമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലും ഓടുന്ന വാഹനമാണ്. അതുപോലെ തന്നെ അടുത്ത പവലിയനിലേക്ക് പോയി കഴിഞ്ഞാൽ വിൻറ്റേജ് കാറുകളുടെ ഒരു പ്രദർശനമാണ്. 1969 ആണെന്ന് തോന്നുന്നു ഈ ബെൻസിൻ്റെ മാനുഫാക്ചറിങ്. ഇത് തിരുവനന്തപുരത്തെ ഏതോ ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനമാണ്. അത് വിൻറ്റേജ് കാറായിട്ട് ഉപയോഗിക്കുന്നു. എവിടെ ട്രോണ്ടം തന്നെ? ഇപ്പോഴും അതിൻ്റെ ഗമയും തിളക്കവും മാറിയിട്ടില്ല. ബെൻസ് തന്നെ. നിങ്ങൾ അതിന് ഒരു രാജകീയമായ സീറ്റിലുള്ള ആൾക്കാരാ? ലുക്ക് തന്നെ ഉണ്ട്. ഇതും ഒരു വിൻറ്റേജ് ബെൻസാണ്. അതും അതിൻ്റെ ഭംഗിയുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു വിൻറ്റേജ് ബെൻസാണ്. ബെൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര തലകുത്തി മറിഞ്ഞാലും അത് നേരെ ടയറിൽ തന്നെ വന്ന് നിൽക്കും. പൂച്ച തലകുത്തി മറിയും പോലെയാണ്. പൂച്ച മുകളിൽ നിന്ന് വീണാലും 4 കാലിലേ നിൽക്കുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതേ രീതിയാണ് ബെൻസിൻ്റെയും ബോഡിയും മറ്റുള്ള ഭാഗങ്ങളും. ഇത് ടാറ്റയുടെ ഒരു ഫോഴ്സിൻ്റെ മോഡൽ വാഹനമാണ്. 12 സീറ്ററാണെന്നാണ് തോന്നുന്നത്. അതും അവർ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. ഇത് ബസ്സുകളുടെ ഒരു വമ്പൻ പ്രദർശനമാണ്. എല്ലാം സൂപ്പർ ഡീലക്സ് ബസ്സുകളാണ്. സ്വകാര്യ ബസ്സുകൾ തോറ്റുപോകുന്ന രീതിയിലാണ് പല വാഹനങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ എയർ സർക്കുലേഷനുള്ള ക്യാബിനുകളാണ്. AC ഉണ്ട്, നോൺ AC ഉണ്ട്. നല്ലതരം വാഹനങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇൻ്റർസ്റ്റേറ്റ് ഓടാൻ വേണ്ടിയുള്ള വാഹനങ്ങളായിരിക്കാം. എന്നാലും നല്ലൊരു അനുഭവമാണ്. പല ബസ്സുകളുടെ അകത്ത് വിശാലമായ പുഷ് ബാക്ക് സീറ്റും ബർത്തുമുണ്ട്. ഇതൊരു പാസഞ്ചർ വാഹനമാണ്. ഇതും അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചറിൻ്റെയാണ്. ഇതൊരു ലയൺ ബസ്സിൻ്റെ ഒരു ബോഡിയാണ്. എന്തായാലും വെളിച്ചവും കാറ്റും കിട്ടുന്ന വിശാലമായ പ്ലാറ്റ്ഫോമുള്ള ഒരു നല്ലൊരു ബസ്സാണ്. സീറ്റുകളും വളരെ ഭംഗിയാണ്. നല്ല സ്മൂത്തായിട്ടുള്ള ഗിയർ സംവിധാനവും പവർ സ്റ്റിയറിങ്ങും ഒക്കെയുള്ള വാഹനങ്ങളാണ്. പഴയതുപോലെ വലിച്ചോടിച്ച് ഗിയറിടേണ്ട ആവശ്യമില്ല. സ്റ്റിയറിങ് അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച് ചുറ്റേണ്ട ആവശ്യമില്ല. എല്ലാം പവർ സ്റ്റിയറിങ് വാഹനമാണ്. ഈ വാഹനം നല്ല രീതിയിലുള്ള മാനുഫാക്ചറിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബോഡിയൊക്കെ ചെയ്യുന്നത് സ്വകാര്യ കമ്പനിയാണെന്ന് തോന്നുന്നു. അവരുടെ നല്ല പ്രത്യേകമായ രീതിയിലുള്ള ഡിസൈനും മറ്റ് കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബസ്സിനെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. KSRTC അങ്ങനെ വിജയ കുതിപ്പിലേക്ക് കാലെടുത്ത് വച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ബസ്സിൻ്റെ ഉൾഭാഗമാണ് കാണാൻ പോകുന്നത്. ഇത് ഇൻഡസ്ട്രിയിട്ട് പോകുന്ന ബസ്സായിരിക്കാം. സൺറൂഫൊക്കെ ഉണ്ട് ബസ്സിനകത്ത്. ഇതിൽ ബെർത്തും പുഷ് ബാക്ക് സീറ്റും നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ബെർത്തിനെ മറയ്ക്കാൻ വേണ്ടി കർട്ടൻ മറ്റുള്ള കാര്യങ്ങളുണ്ട്. ദീർഘദൂര യാത്രയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗം ആണെന്ന് തന്നെ തോന്നുകയുള്ളൂ. അത്രയ്ക്ക് നല്ല രീതിയിൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്.
KSRTC അവരുടെ എൻക്വയറി വിഭാഗത്തിൻ്റെ നമ്പറും കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ജനങ്ങളിലേക്ക് അടുക്കുകയാണ്. KSRTC പോലുള്ള ബസ് നമുക്ക് പൊതുജനങ്ങൾക്ക് കൂടുതലും ആവശ്യമാണ്. മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ മിതമായ നിരക്കുകളിൽ യാത്ര ചെയ്യാൻ സർക്കാർ അങ്ങനെ ഒരു ചാർട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്വകാര്യ മേഖലയാണെങ്കിൽ അവർക്ക് പ്രത്യേക രീതിയിലുള്ള കളക്ഷനും സംവിധാനങ്ങളുമാണ്. രണ്ട് മേഖലയാണ്. ബസ്സുകളുടെ അതിഭംഗിയും സൂക്ഷ്മതയും കാണാനുള്ള ചന്തവും, ആനച്ചന്തം എന്ന് തന്നെ പറയാം, നല്ലൊരു ഇതാണ്. ഇത് ഐസറിൻ്റെ ഒരു ബസ്സാണ്. ഇതൊരു ലയൺ ബസ്സായിരിക്കാനാണ് സാധ്യത. ഇന്ന് വൈകുന്നേരം, അതായത് 24/8/2025 ഇതിൻ്റെ പ്രദർശനം അവസാനിക്കും. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും നൽകുക. നമസ്കാരം.